കൈയുണ്ടെങ്കിലും പണിയെടുക്കാൻ നമ്മൾ മിക്കവർക്കും മടിയാണ്. എന്നാൽ ഒറ്റ കൈകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവാവിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഇനി നമ്മൾ പോകുന്നത്. കോട്ടയം ആർപ്പൂക്കര സ്വദേശി മോനായിയാണ് പ്രതിസന്ധികളെ തോൽപ്പിച്ച ഈ യുവാവ്. ചെറുപ്പത്തിലെ കൈപ്പത്തി നഷ്ടമായ മോനായി നിർമ്മാണ മേഖലയിലാണ് തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ ഈ വിരലുകളും കൈപ്പത്തിയുമൊക്കെ ഇല്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കോട്ടയം സ്വദേശിയായിട്ടുള്ള മോനായിക്ക് എന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇലക്ട്രിക്കൽ ജോലി, പ്ലംബിംഗ് ജോലി, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്ത് ജോലിയാണെങ്കിലും കൈയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി മോനായി ചെയ്യും. ആ മോനായിനെ കാണാനാണ് നമ്മൾ ഇന്ന് റൈഡ് പോകുന്നത്. അപ്പോൾ കുമ്മന സ്വദേശിയായിട്ടുള്ള മോനായി ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മോനായി ചേട്ടാ, ഇന്ന് ഈ വീട്ടിലാണോ പണി? ഇവിടെ പണി. ഇവിടെ ഇലക്ട്രിക്കൽ റീവയറിംഗ് മൊത്തം ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആ പണിയെല്ലാം ഒന്ന് കാണിച്ചു തരുമോ? എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു. പിന്നെ കാണിച്ചു തരാം. വലതു കൈപ്പത്തി ഇല്ലാതെയായിരുന്നു മോനായിയുടെ ജനനം. അച്ഛനമ്മമാർക്ക് ആകെ വിഷമം. മകന്റെ വൈകല്യത്തിൽ അവരുടെ മനസ്സ് വെന്തുരുകി. എന്നാൽ തന്നെയോർത്ത് വിഷമിക്കേണ്ട എന്നത് തന്നെയായിരുന്നു ഓർമ്മ വെച്ച കാലം മുതലേ മോനായിക്കുണ്ടായിരുന്നത്. മറ്റുള്ളവരെ പോലെ എല്ലാം തനിക്കും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം. അവിടെ നിന്ന് തുടങ്ങുന്നു ഈ യുവാവിൻ്റെ വിജയകരമായ ജീവിതയാത്ര. ശരിക്കും പറയാം, ആരുടെ മുന്നിൽ താന്നു കൊടുക്കരുത്. ഹാൻഡിക്യാപ്ഡ് ആയെന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടാൻ പാടില്ല. അപ്പം അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോൾ നമ്മൾ വീണ്ടും താഴുമില്ലേ. നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ ആരോടും ഒന്നും മേടിക്കാതെ ചങ്കുറപ്പോടെ ഒരു കുടുംബം പുലർത്തി ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സേഫ്. കൈയുള്ളവർ തന്നെ ചെയ്യാൻ പാടുപെടുന്ന ജോലിയാണ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ. പക്ഷേ കൈപ്പത്തി ഇല്ലാത്ത ഈ കൈകൊണ്ട് മോനായി അതെല്ലാം മനോഹരമായി ചെയ്യും. തോറ്റുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല. ഈ മോനായി ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള ജോലിയാണെങ്കിലും അതെല്ലാം മടി കൂടാതെ ചാടി ഇറങ്ങി ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ഒരുപാട് ശാരീരിക അധ്വാനം വേണ്ട ജോലികളാണ്. അവിടെയൊന്നും മടിച്ചു നിൽക്കാതെ ആൾ ഒറ്റയ്ക്ക് മുന്നിട്ടിറങ്ങി ആ ജോലികളെല്ലാം ചെയ്യും. ഒന്നാമത്തെ കാര്യം കറക്റ്റ്, അമ്മമാർക്കല്ലേ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ. ഒരു ഹാൻഡിക്യാപ്ഡായ ഒരാളുണ്ടായി കഴിയുമ്പം അവർക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതം എങ്ങനെയായിത്തീരുമെന്നുള്ളൊരു അതിഭയങ്കരമായൊരു ഇതുണ്ട്. എല്ലാത്തിനും വലത്തേപ്പത്തി ഇല്ലാതെ ഒരു പണി നടക്കത്തില്ല. അപ്പം ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ പലരും ചോദിച്ചു, അവരൊന്നും കയറ്റിയില്ല പണിക്ക്. പിന്നെ ചന്ദ്രൻ ചേട്ടനാണ് ഫസ്റ്റ് ഗുരു. 2 ആശാന്മാരുണ്ട്, ജോയി ചന്ദ്രന്. കാരണം അവരെ മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അവർ മുന്നിട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ലെവലിൽ ഞാൻ നിൽക്കുന്നത്. വലതു കൈകൊണ്ട് ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്യും. ഭിത്തിയിൽ ഹോൾ ഇടുന്നതും വയറിംഗ് ചെയ്യുന്നതുമെല്ലാം മികച്ച രീതിയിൽ. പണ്ട് ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ മോനായിക്ക് കീഴിൽ ജോലിക്കാരുമുണ്ട്. നമ്മുടെ മോനായി ചേട്ടൻ ഇലക്ട്രിക് ജോലികൾ ചെയ്ത ഒരു വീടാണ് ഈ വീട്. ഇവിടുത്തെ കാഴ്ചകൾ കൂടി എത്രത്തോളം മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ജോലികൾ ചെയ്തത് എന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയാം. മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ജോലികളെല്ലാം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത ജോലിയുടെ കാര്യത്തിനകത്ത് എൻ്റെ യാതൊരു അഭിപ്രായങ്ങളും അതിനകത്തല്ല. മൊത്തം അവൻ്റെ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഡിസൈനിങ്ങും എല്ലാ സംഭവങ്ങളും അവന് തന്നെ ചെയ്തത് കേട്ടോ. കാരണം ഇവിടെ ആവശ്യമില്ലാത്തൊരു പണിയും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ജിപ്സം ബോർഡ് അടിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആ ഡിസൈൻ, ഫാൻ ഡിസൈൻ, അങ്ങനെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഫാൻ ഡിസൈൻ ഇവിടെ പണിയാറുണ്ടായിരുന്നു. ആശാരി നമ്മുടെ ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയോട് പറയുന്നത് ചെയ്യാമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തപ്പോൾ അതൊരു ഡിസൈനായി മാറി. അവരുടെ കഴിവുണ്ട് തന്നെ അത് കേട്ടോ. അതൊക്കെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അന്നേരം ഇവിടെ പ്ലെയിനാണ്, ഒന്നുമില്ല. അന്നേരം ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. വരുമ്പം അവിടെ ലൈറ്റ് മിറർ വരുന്നുണ്ട്. അന്നേരം എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ലൈറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറെ അഡീഷണൽ വർക്കൊന്നും ഇല്ല കൂടുതൽ. അന്നേരം ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് പൊക്കോളൂ. ഇവിടെ കളം വരുന്നുണ്ടല്ലോ.
ഇപ്പം ഇതെൻ്റെ മനസ്സിൽ തോന്നി. നമ്മുടെ രജിച്ചേട്ടൻ പൂർണ്ണ സപ്പോർട്ടായിരുന്നു. എല്ലാം സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്, വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർ. അങ്ങനെയുള്ളവരോട് മോനായി പറയുന്നത് ഒറ്റ കാര്യമാണ്: മനസ്സ് വെച്ചാൽ ഈ ലോകം നിങ്ങളുടേതു കൂടിയാകും. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ പ്രശാന്ത് എസ്കേക്കൊപ്പം ടോബി ജോൺസൺ, 24. മോനായി എന്നാൽ മനക്കരുത്താണ്. വെല്ലുവിളികളെ പുതിയ സാധ്യതകളിലൂടെ മറികടക്കുന്ന ആ മനുഷ്യന് ബിഗ് സല്യൂട്ട്.